ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 45 അവതരണം അപര. സോറി സർ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എന്ത് പറയണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ഷെറീനയുടെ കരണം നോക്കി റിച്ചു ഒന്ന് പൊട്ടിച്ചു. എന്നിട്ട് അവളോട് ചോദിച്ചു, ഈ അടി എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി എന്ന അർത്ഥത്തിൽ അവൾ തലകുലുക്കി. എൻ്റെ പെണ്ണിൻ്റെ മേലെ ഒരു തരി മണ്ണ് വാരിയിടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. എൻ്റെ പെണ്ണിനെയാണ് നീ നോവിച്ചത്. ആ സമയത്ത് എങ്ങാനും നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നീ നേരെ പരലോകത്തും ഞാൻ അങ്ങ് സെൻട്രൽ ജയിലിലും പോയനെ. പിന്നെ ഇപ്പം ഞാൻ ഇതിലൊതുക്കിയത് ഇവൾക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്താണ്. പൊക്കോ. മടിച്ചു വാതിലിന് നേരെ നടന്നു പോകുന്ന ഷെറീനെ എറിച്ചു വീണ്ടും വിളിച്ചു. ഷെറീന, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മുടെ ഓഫീസിലെ മൊത്തം സ്റ്റാഫും, അതായത് സെക്യൂരിറ്റി മുതൽ പ്രൊജക്ട് മാനേജേഴ്സ് വരെ കോൺഫറൻസ് ഹാളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇപ്പം ഇവിടെ കണ്ടതൊന്നും നിൻ്റെ വായിൽ നിന്നും പുറത്ത് ഒരാൾ പോലും അറിയരുത്, കേട്ടല്ലോ? ശരി സർ. ഷെറീന പോയതും റിച്ചു മെഹ്റൂനെ നോക്കി. എവിടെ ആളീ നടന്നതൊന്നും അറിയാതെ നല്ല ഉറക്കം. പക്ഷേ BP-യുടെ മരുന്നിൻ്റെ സെഡേഷനായിരിക്കും. നിഷ്കളങ്കതയോടെ ഉറങ്ങുന്ന അവളുടെ കവിളിലേക്ക് ചുണ്ടു ചേർത്ത് പതിയെ ബെഡിലേക്ക് ചരിച്ചു കിടത്തി അവളുടെ നെറുകയിൽ ഒരു സ്നേഹചുംബനം നൽകിയതിന് ശേഷമാണ് അവൻ ലാപ്പും എടുത്ത് ഓഫീസ് റൂമിലേക്ക് പോയത്. 1 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും മെഹർ ഉറക്കത്തിൽ തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി അവളുടെ ശരീരത്തിലേക്ക് നോക്കിയ റിച്ചുവിന് തൻ്റെ കണ്ണുകളെ പിൻവലിക്കാനായില്ല. ബ്ലാക്ക് കളർ പലാസ പാൻറ്റും പിങ്ക് കളർ ഷോർട്ട് ടീഷർട്ടുമായിരുന്നു അവളുടെ വേഷം. കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി വെച്ച് കിടക്കുന്ന അവളുടെ ഷർട്ട് മുകളിലേക്ക് കയറി നിന്നത് കാരണം വെളുത്തു മെലിഞ്ഞ അവളുടെ ആലില വയറിൻ്റെ ഒരു ഭാഗം അനാവൃതമായിരുന്നു. എത്ര നോക്കണ്ട എന്ന് കരുതിയിട്ടും മിഴികൾ അങ്ങോട്ടേക്ക് മാത്രം ചലിച്ചുകൊണ്ടിരുന്നു. അവൻ പോലും അറിയാതെ അവൻ്റെ കാലുകൾ അവളെ ലക്ഷ്യമാക്കി നീങ്ങി. അമ്പിളിക്കല പോലെ പുറത്ത് കാണുന്ന അവളുടെ വയറിലേക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയാൽ അവൻ ചുണ്ടുകൾ അടുപ്പിച്ചു. ഉറക്കത്തിനിടയിലും ശരീരത്തിലേക്കൊരു മിന്നൽ പിണർ കടന്നു പോകുന്നതറിഞ്ഞതും മെഹ്റു ഒന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. ആ ചലനത്തിൽ തനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്ന അവളുടെ നാഭിച്ചുഴി കണ്ടതും റിച്ചു വേറെ ഏതോ ലോകത്തേക്ക് എത്തിയതുപോലെ തോന്നി. അവളുടെ ആ കിടപ്പ് കാണും തോറും അവൻ്റെ സകല നിയന്ത്രണങ്ങളും വിടുന്നത് പോലെ തോന്നി. വീണ്ടും അവിടേക്ക് മുഖം ചേർക്കാൻ പോയതും റോഹു വിളിച്ചതും ഒരുമിച്ചായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ വേണ്ടി വന്നു റിച്ചുവിന് ബോധത്തിലേക്ക് എത്താൻ. ഒന്നും അറിയാതെ ഉറങ്ങുന്ന മെഹ്റുവിൻ്റെ കാതോരം പോയി അവളെ വിളിച്ചുണർത്തിയിട്ടാണ് രണ്ടാളും താഴേക്ക് പോയത്. രാവിലെ തന്നെ സ്റ്റാഫുകൾ മുഴുവൻ കോൺഫറൻസ് ഹാളിൽ എത്തിയിരുന്നു. അവർക്കിടയിലേക്ക് ഒരുമിച്ച് വരുന്ന റിച്ചുവിനെയും മെഹ്റുവിനെയും കണ്ടതും പല മുഖങ്ങളിലും പരിഹാസവും കുത്തുവാക്കുകളും ഉയർന്നു. അവർക്ക് മുന്നിലൂടെ തല ഉയർത്തി നടന്നു വരുന്ന റിച്ചുവിനെ കണ്ടതും എല്ലാവരും നിശബ്ദരായി. സാർ, പെട്ടെന്ന് എന്തിനാ ഇങ്ങനെയൊരു മീറ്റിംഗ്? ചില കാര്യങ്ങളെല്ലാം പെട്ടെന്നാണല്ലോ നടന്നത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എനിക്ക്. എന്താണ് സാർ, ആ ഫോട്ടോസൊന്നും നിങ്ങളുടേതല്ല, മോർഫ് ചെയ്തതാണെന്നാണോ സാർ പറയാൻ പോകുന്നത്? സ്റ്റാഫിൻ്റെ പരിഹാസം നിറഞ്ഞ സ്വരം കേട്ടതും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ തന്നെ അതിനുള്ള മറുപടി കൊടുത്തു. ഒരിക്കലും അത് മോർഫ് ചെയ്ത ഫോട്ടോസ് അല്ല. അതെല്ലാം എൻ്റെയും ഇവളുടെയും ഒറിജിനൽ ഫോട്ടോസ് തന്നെയായിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരായിരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. എല്ലാത്തിനുമുള്ള ഉത്തരവും ഞാൻ തന്നെ തരാം. പക്ഷെ അതിനു മുൻപ് നിങ്ങളെല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക. മുന്നിലുള്ള വലിയ പ്രൊജക്ടർ ചൂണ്ടി റിച്ചു പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ സ്ക്രീനിലേക്കായി. അതിൽ കാണുന്ന വീഡിയോ കണ്ടതും എല്ലാവരുടെയും മുഖം വിളറി വെളുത്തു. കോൺഫറൻസ് ഹാളിൽ സൂചി നിലത്ത് വീണാൽ കേൾക്കുന്ന നിശബ്ദതയെ കീറിമുറിക്കും പോലെ റിച്ചുവിൻ്റെ ശബ്ദമുയർന്നു. നിങ്ങൾക്കിനി എന്നോട് എന്താണ് ചോദിക്കാനുള്ളത്? വേഗാവട്ടെ. സ്ക്രീനിൽ നിന്നും കണ്ണുമാറ്റി റിച്ചുവിനെയും മെഹ്റുവിനെയും മാറി മാറി നോക്കിയ എല്ലാവരുടെയും തല താഴ്ന്നു തന്നിരുന്നു. അതുകണ്ടതും റിച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അതേ പുഞ്ചിരിയോടെ മെഹ്റുവിനെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് എല്ലാവരോടുമായി ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുകയോ കിസ് കൊടുക്കുകയോ ഫുഡ് വാരിക്കൊടുക്കുകയോ ചെയ്യുന്നതിൽ നിങ്ങൾ കാണുന്ന തെറ്റെന്താണ്? പറയണം. ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ക്യാമറ കണ്ണുകളുമായി കടന്നു വന്ന ഏതോ ഒരു പരനാറിയുടെ വൃത്തികെട്ട പ്രവൃത്തി മൂലം സദാചാര ബോധം ഉണർന്ന നിങ്ങൾ തന്നെ മറുപടി പറയും. സോറി സർ, ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. അതെ, നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നത് സത്യം തന്നെ. പക്ഷേ ഇനിയെങ്കിലും കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് മുന്നേ മറ്റൊരാളെ അപമാനിക്കാൻ പാടില്ല. വായിൽ നിന്ന് വീണു പോകുന്ന വാക്കുകൾക്ക് മറ്റൊരാളുടെ മാനസിക നിലയെ തന്നെ താളം തെറ്റിക്കാൻ കഴിയും. നിങ്ങളുടെ അവഗണന മൂലം ബോധം നഷ്ടപ്പെട്ട് ഇവളിവിടെ കിടന്നിട്ടും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് പോലും നിങ്ങൾക്കാർക്കും ഇല്ലായിരുന്നോ? ഒന്നുമില്ലേലും ഇത്രയും ദിവസം ഒരേ ഓഫീസിൽ ജോലി ചെയ്തവൾ എന്ന പരിഗണനെങ്കിലും കൊടുക്കാമായിരുന്നു. സോറി സാർ, സൂരജ് സാറിൻ്റെ പ്രശ്നം മനസ്സിലുള്ളതുകൊണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു നിലപാടെടുത്തത്. ഓ, അപ്പോൾ അതാണ് പ്രശ്നം.
സൂരജിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല സർ. ഇല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ സൂരജിൻ്റെ ഭാഗം നിന്നത്? അത് സർ, ഓഫീസ് തുടങ്ങിയ കാലം മുതൽ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് അറിയുന്ന ആളായിരുന്നു സാർ. അതുകൊണ്ട് തന്നെ ഇന്നലെ വന്ന അജാസിനേക്കാൾ വിശ്വാസം ഞങ്ങൾക്ക് സാറിനെയായിരുന്നു. നിങ്ങളുടെ നിലപാടിൽ ബന്ധങ്ങളുടെ കാലപ്പഴക്കമാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാനും അതേ നിലപാട് മാത്രമേ സ്വീകരിച്ചുള്ളൂ. കാരണം ജനിച്ച ദിവസം മുതൽ ഇന്ന് ഇതുവരെ വളർച്ചയുടെ ഓരോ കാലഘട്ടവും എൻ്റെ കൺമുന്നിൽ വളർന്നു വന്ന ഇവൻ കള്ളം പറയില്ല എന്ന് ഉറച്ച വിശ്വാസം. സൂരജ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതാണ് അന്നത്തെ പ്രശ്നം. എൻ്റെ സ്റ്റാഫുകളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് മര്യാദകേട് കാണിക്കുന്ന ഒരുത്തൻ പോലും ഇവിടെ വേണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. സൂരജ് പ്രശ്നത്തിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതും എല്ലാവരുടെയും തല താഴ്ന്നു തന്നെയിരുന്നു. സോറി സാർ, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? ഷെറീനയുടെ ഈ ചോദ്യം ഞാൻ നിങ്ങളിൽ നിന്നും ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളുടെ റിലേഷൻ നിങ്ങളുടെ മുന്നേ തുറന്നു പറയാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, കരിയർ. ഇവൾ MDയുടെ ഭാര്യയാണെന്നോ CEO പെങ്ങളാണെന്നോ അറിഞ്ഞ. സാർ, സമാൻ സാറിൻ്റെ പെങ്ങളാണോ ഇത്? ഷെറീനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, മേഫിയുടെ സിസ്റ്ററാണ് മെഹ്റു. അതുപോലെ ഞങ്ങളുടെ അനിയന്മാരാണ് റോഹനും അജാസും. ഇവർക്ക് മൂന്നാൾക്കും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യം ശക്തമായ ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സ് നേരിടുന്ന വെല്ലുവിളികളും ഓവർലോഡ് വർക്കും സീനിയർ ഓഫീസേഴ്സിൻ്റെ ഷൗട്ടിങ്ങും ഒക്കെ കിട്ടിയാലേ അവരുടെ ഉയർന്ന മേഖലകളിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അതിന് അവരുടെ സ്വന്തം ബന്ധങ്ങൾ അവർക്ക് തടസ്സമാകാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. MDയുടെ ഭാര്യയ്ക്കോ അനിയന്മാർക്കോ ഷെറീന ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് ആ പരിഗണന കൊടുത്താൽ ഇവർ കുഴപ്പാൻ അത് തന്നെ ധാരാളം. അതുകൊണ്ട് ഇന്നലെ വരെ എങ്ങനെയാണോ ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ മതി. അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് വേഗം പോയി അവരവരുടെ ജോലി നോക്കിക്കോ. സർ, വെഡ്ഡിംഗ് പ്രൊമോ അല്ലാതെ ഫുൾ വീഡിയോ തരാമോ? സംശയ നിവാരണത്തിന് പ്രൊമോയുടെ ആവശ്യമല്ലേ ഉള്ളൂ, അതാണ് പ്രൊമോ മാത്രം പ്ലേ ചെയ്തത്. പെൻഡ്രൈവിൽ വെഡ്ഡിംഗ് വീഡിയോ ഫുള്ളും ഉണ്ട്. റോഷൻ സാർ, വിവാഹവേഷത്തിൽ രണ്ടാളും സൂപ്പറായിട്ടുണ്ട്, സൂപ്പർ ജോഡി. അത് കേട്ടതും റിച്ചുവിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഒരു ചിരി വിരിഞ്ഞു. ഇന്ന് വരെ അവിടെയുള്ളവർക്ക് അന്യമായ ഒരു മനോഹരമായ ചിരി. രാവിലത്തെ വീഡിയോ കാണലിലും സംഭവ വികാസങ്ങൾക്കും ശേഷം പല തലകളും മെഹ്റുവിന് നേരെ വരുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും നോക്കാതെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധ കൊടുത്തു. പുതിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി റിച്ചുവും മേഫിയും അപ്പോൾ തന്നെ ക്ലയൻറ്റ് മീറ്റിങ്ങിന് പോയിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിരുന്നു മെഹ്റു ഷെറീനയുടെ അടുത്തെത്തിയത്. പക്ഷേ അവളെ ഫേസ് ചെയ്യാൻ പറ്റാതെ കിടന്ന് നട്ടം തിരിയുന്ന ഷെറീനയെ കണ്ടതും മെഹ്റുവിന് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മാഡം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, അങ്ങനെയൊന്നുമില്ല മെഹ്റു, റിയലി സോറി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതൊന്നും കുഴപ്പമില്ല മാഡം. എന്നാലും ഇനിയെങ്കിലും കാര്യം അറിയാതെ ഒരാളെ വിമർശിക്കരുത്. ചിലപ്പോഴൊക്കെ മാഡത്തിൻ്റെ ചില വാക്കുകൾ എനിക്ക് വല്ലാതെ നൊന്നിട്ടുണ്ട്. പിന്നെ ഞാൻ തെറ്റുകാരിയല്ല എന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിലാണ് മുന്നോട്ട് പോയത്. പക്ഷെ മാഡം എന്നെ തല്ലിയതിനേക്കാൾ എനിക്ക് വേദനിച്ചത് ഞങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിക്കാൻ സൂരജ് സാറിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മാഡം നിന്നതിലാണ്. അത് കേട്ടതും ഷെറീന ഞെട്ടിപ്പോയി. തൻ്റെ ഉള്ളിൽ 2 ദിവസം കൊണ്ട് നീറിക്കൊണ്ടിരുന്ന കുറ്റബോധത്തിൻ്റെ കാരണം ആരും അറിയരുത് എന്ന് കരുതിയോ അവർ തന്നെ അറിഞ്ഞിരിക്കുന്നു. ഈ കാര്യം റോഷൻ സാറിനും മേഫി സാറിനും അറിയോ? എല്ലാവർക്കും അറിയാം. അയാൾക്കുള്ളത് വേണ്ട വിധത്തിൽ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും മാഡത്തിനോടൊന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്യാതിരുന്നത് ചെയ്യുന്ന ജോലിയോടും ഈ കമ്പനിയോടുമുള്ള ആത്മാർത്ഥത കൊണ്ട് മാത്രമാണ്. മെഹ്റു, എനിക്ക് അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോട്ടെ. ഇന്നലെ വരെ ഉള്ളത് നമുക്ക് മറക്കാം. ഇന്നു മുതൽ പുതിയൊരു നല്ല തുടക്കം. കുറേ നേരം കൂടി സംസാരിച്ചിട്ടാണ് മെഹ്റു ഷെറീനയുടെ അടുക്കൽ നിന്നും വന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ അവർക്കടുത്തേക്ക് വരാതെ മടിച്ചു നിൽക്കുന്ന അഫ്നയെയും ജുനൈസിനെയും കൈ ഉയർത്തി വിളിച്ചതും അഫ്ന പാഞ്ഞു വന്ന് മെഹ്റുവിനെ ഇടു തുടങ്ങി. ഡി കൊരങ്ങച്ചി, അന്ന് ബർഗർ കടിച്ചതിന് നീ എന്താ പറഞ്ഞ്? വിശപ്പ് കൊണ്ടാവൂ എന്നല്ലേ? അതിനങ്ങനെ പറഞ്ഞത് ഞാനല്ലല്ലോ, നീ അല്ലേ അഫ്ന? നീ പൊട്ടിയായത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ശരിയാ, ഞാൻ എന്തൊരു പൊട്ടിയാണ്. അതൊക്കെ പോട്ടെ, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി നീ റോഷൻ സാറിൻ്റെ വൈഫാണെന്ന്. ഒരു സൂചന പോലും തന്നില്ലല്ലോ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സൂചനയൊന്നും ഓർമ്മ വന്നില്ല. പോട്ടെ, നിങ്ങളങ്ങ് ക്ഷമിച്ച് കളയൂ. റോഷൻ സാർ എങ്ങനെയാണ് മെഹ്റു? ഓഫീസിലെ പോലെ ഗൗരവമാണോ വീട്ടിലും? എൻ്റെ അഫ്ന, നീ ഇങ്ങനെ പൊട്ടിയാവല്ലേ. ഗൗരവം നിറഞ്ഞ പിക്കുകളാണോ നമ്മൾ കണ്ടത്? അപ്പം റൊമാൻറ്റിക് കിങ്ങാണല്ലേ. ഉടനെങ്ങാനും ജൂനിയർ റോഷൻ വരാൻ സാധ്യതയുണ്ടോ? അഫ്നയുടെ ചോദ്യം കേട്ടതും മെഹ്റുവിൻ്റെ നെറുകയിൽ ഫുഡ് കയറിയതും ഒരുമിച്ചായിരുന്നു. അവരുടെ രണ്ടാളുടെയും ഭാവം കണ്ട് ബാക്കിയുള്ളവർ പൊട്ടിച്ചിരിച്ചു.
വൈകുന്നേരമാണ് റിച്ചുവും മേഫിയും തിരിച്ചെത്തിയത്. ഇൻ്റർനാഷണൽ കമ്പനിയായ ആംവേയുമായുള്ള മീറ്റിംഗ് ആയിരുന്നു. ഇവരെ കൂടാതെ വന്ന 100-ലധികം കമ്പനികളിൽ നിന്നും സെലക്ട് ചെയ്ത 6 പേര് കൂടി വേറെയുണ്ട്. 2 ദിവസത്തിനകം ഇവരുടെ പ്രസൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനായി മേഫിക്കും റിച്ചുവിനും ദുബായിക്ക് പോവുകയും വേണം. പിന്നെ ബാക്കിയുള്ള വർക്കുകൾ മാറ്റിവെച്ച് എല്ലാവരും പുതിയ പ്രസൻറ്റേഷന് പിന്നാലെയായിരുന്നു. ഈ ദിവസങ്ങളിലൊന്നും മെഹ്റൂനും റിച്ചുവിനും ഒന്നും നേരെ സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഊണും ഉറക്കവും ഒഴിഞ്ഞുള്ള 2 ദിവസത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി പ്രസൻറ്റേഷൻ ഫയലും പെൻഡ്രൈവും റെഡിയാക്കി റിച്ചു വീട്ടിലെത്തിയപ്പോൾ തന്നെ തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. വന്ന ഉടനെ തന്നെ സോഫയിലേക്ക് കിടന്നു.